എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സാലഡാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് കടല വേവിച്ചെടുക്കണം. ഇതിപ്പം 8 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെച്ച കടലയാണ്. അത് ഇതിനകത്തേക്ക് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പിടുമ്പം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച്, അതായത് കടലയിലേക്ക് ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ വെള്ളം കൊടുക്കുമ്പോഴും ഒരുപാട് കൊടുക്കണ്ട, ആ ഒരു കടലയുടെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ മാത്രം കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കുക, എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഓരോ കുക്കറിനും ഓരോ വിസിലായിരിക്കും. ഇതിനിപ്പോൾ നമ്മൾക്ക് ഒരു 3 വിസിൽ കേൾക്കുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതൊന്ന് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കടല വേവിച്ചെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാനത് വേവിച്ചെടുത്ത കടല മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു കഷ്ണം കുക്കുംബർ, അതും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ഒന്നെടുത്താൽ മതി, അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് നിലക്കടലയാണ്. നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അത് വറുത്തതാണ്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കപ്പലണ്ടിയും അതുപോലെ ക്യാരറ്റും പച്ചക്കറിയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കാം കേട്ടോ. വയറൊക്കെ നല്ല ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അതിനകത്തേക്ക് കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് കുറച്ച് ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലയിൽ ഉപ്പിട്ടതാണ്, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ ഞാൻ ഒന്നെടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയ്ക്ക് പകരം ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് തേൻ ഒഴിക്കുക, അതുപോലെ ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പക്ഷെ നമ്മൾ മുതിർന്നവർ കഴിക്കുമ്പം അതൊന്നും ചേർക്കണമെന്നില്ല. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സാലഡ് തയ്യാറാക്കിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല റിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.